ഇതോ മുറുക്കാനില്ല മക്കളെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ചൂന്നാമ്പക ഞാൻ തരാം. ചൂന്നാമ്പക ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, വീട്ടിരിപ്പുണ്ട്. രമണി അല്ല അത് പോട്ടെ. ഞാൻ രമണിക്ക് ഒരു ഇച്ചിരി ഫോൺ വിളി കൂടുതലല്ലേ. ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ. കഴിഞ്ഞ ദിവസം അറിയാതൊരു മെസ്സേജ് കോൾ അതിൽ മൊബൈലിൽ വന്നു. ചരളയാണോ കരളയാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇങ്ങനൊരു പ്രശ്നക്കാരി. അന്ന് ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയല്ലേ കേട്ടോ. ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. അതിന്റെ പുറകെ നടക്കാൻ എനിക്ക് വയ്യ. നല്ല താടി തന്നിട്ട് ഭയങ്കര പോലെ എനിക്ക് ഇവിടെ ഒരു വണ്ടിയുടെ ചാവി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കയറി കഴിഞ്ഞില്ലേ പെൻഷനുകളാണ് നിൽക്കുക സാറ്. ഞാനൊരു കാര്യം പറയട്ടെ. നിന്നോട് പറഞ്ഞു രണ്ടുപേര് കല്ല് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ രണ്ടുപേര് കല്ല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം വയ്യാത്ത കാര്യം കൊണ്ട് ഞാൻ അകത്തോട്ട് കയറി വരത്തില്ല. ഇന്ന് കെട്ടുവാന്നോ? നീ അങ്ങനെ ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? സ്റ്റെപ്പ് ഞാൻ കെട്ടിക്കോളാം. സാറ് വരുന്നതിന് നാല് വീട് കയറാൻ പോയി കഴിഞ്ഞ 4 വീടായാലും 10 വീടായാലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മമ്മേറ്റ് എവിടെ പോയാലും പറയാമോ? എവിടെ പോയ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ കാണുമോ? ആവശ്യത്തിന് പോയി എന്റെ ആവശ്യത്തിന് ഞാൻ പോയാ നീ മൊബൈലിനകത്ത് റീചാർജ് ചെയ്യണമെന്ന് ഞാനോട് പറഞ്ഞു. റീചാർജ് ചെയ്തില്ലയോ? ചെയ്തു. അപ്പൊ ആ ചെറുക്കൻ പറയാം എന്റെ അത് 2 GB കയറിയിട്ടുണ്ട്. എന്റെ ചെവിയിലും കണ്ണിൽ കയറുന്നതിന് മുമ്പ് അത് എടുക്കണം. GB അല്ല, പിന്നെ 2 GB. 2 GB ആണോ എന്തായിരുന്നു എനിക്കറിയത്തില്ല. 2 GB എന്ന് പറഞ്ഞാൽ അത് അവനോട് ചോദിക്കണമായിരുന്നു. അവനോട് ചോദിച്ചാലും അവനും അറിയാം, എനിക്കറിയത്തില്ല. ഇതിപ്പോ സാർ നിങ്ങളെ ഒപ്പിട്ടാൻ കൊടുക്കണം. വീട്ടിൽ വരും അഡ്രസ് എല്ലാം പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ കൊടുത്തോളാം. പൈസ എന്റെ പെൻഷൻ പൈസ കാണും കട്ടെടുത്താൽ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഇവരൊക്കെ വിളിക്കാൻ പറഞ്ഞു. പൈസ ഈ മൈക്കിരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. സാറേ ഹലോ, എവിടെ പോയി കിടക്കുവായിരുന്നു? എന്റെ കുറെ ആവശ്യത്തിന് വേണ്ടി ഞാനങ്ങ് പോയി. എന്തുവാ കാര്യം? ഞാൻ പെൻഷൻ കൊണ്ട് വന്നയാ. പെൻഷനും കൊണ്ട് വന്നാ പെൻഷനല്ല, പെൻഷനും കൊണ്ട് വന്നാ അപ്പൊ എന്ത് ചെയ്യണം? പാല് മതി. എന്റെ കൊള്ളാം. എന്റെ പൊന്നു പോലെ നീ വന്നിട്ട് നിനക്ക് പാല് മതി, AC മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു നിവൃത്തിയില്ല. പാല് മതി അമ്മ. ഭാനുമതി അമ്മയും കൊണ്ടുള്ള പെൻഷനില്ല. ഭാനുമതിക്കുള്ള പെൻഷൻ അതാ ഞാൻ ചെയ്യും. അമ്മയങ്ങ് വെട്ടിയാല് ടീമല്ല, പോസ്റ്റ്മാനാ. ലാസ്റ്റത്തെ അമ്മയെന്നുള്ള സംഭവം അങ്ങ് വെട്ടാൻ. പാടക്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ പുത്തൻ വീട് അങ്ങനെ മൊത്തത്തിൽ എത്ര വീട്? ഏതെങ്കിലും ഒരു വീട്ടുപേര് പറ. നമ്മളെ പാറക്കൂട്ടൽ കിഴക്കേത്. വയസ്സെന്ന് പറഞ്ഞേ. ഇതോ വയസ്സ് 28. 20 വയസ്സ് കറക്റ്റ് പറ. 28 വർഷമായിട്ട് പെൻഷൻ വാങ്ങിക്കുവാല്ലോ. അപ്പൊ 82. നീ മിണ്ടായി. പോസ്റ്റ്. അയ്യോ എനിക്ക് മൊബൈൽ കേട്ടാ ഉടനെ എന്റെ ഗാലറി എടുത്ത് ചെക്ക് ചെയ്തോണം. പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനും പൊടിയം കൊച്ചാടനും നനവല്ല ഇരുന്നപ്പോ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അത് പോസ്റ്റ് ചെയ്യല്ലാതെ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? അതല്ല, പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസോ? പോസ്റ്റ് ഓഫീസ് ഇവിടെ കുറച്ചങ്ങോട്ട് പോയാൽ പോരെ. അത് പറ, സ്ഥലം പറ. ചുനക്കര പറ. ചുനക്കര. ഇനി മാങ്കോട് പറ. മാങ്കോട് പിൻകോട് പറ. പിൻകോടോ? 8636356668. മൊബൈൽ നമ്പരാ. അയ്യോ അത് പൊടിയം കൊച്ചാടിന്റെ മൊബൈൽ നമ്പർ. പിൻകോടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഷൂന്നൊരു വരേ ഉള്ളൂ. ഉള്ളപ്പോ ഇത് ചിരട്ടിയൊക്കെ കിടക്കുന്ന പറഞ്ഞത് അങ്ങനെ അത് ഒപ്പിടുന്നു. അമ്മയുടെ ഒപ്പ പെൻഷൻ ഞാൻ കൊച്ചുമകന്റെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ മറ്റേ കൊടുത്തത്? എന്റെ വാങ്ങിച്ചു. എനിക്കറിയില്ല. എന്റെ പെൻഷനിന്റെ ആവശ്യം കൊടുത്താൽ ഞാൻ ചോദിച്ചത്. പൈസ എനിക്ക് ആവശ്യമുള്ള ഞാൻ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ കൊച്ചുമക്കളെ കാലം കഴിയാമല്ലോ ഞാൻ അങ്ങനെ പെൻഷൻ കിട്ടുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവരെ കുറിച്ച് ഇതുവരെ ഇവരെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്റെ പേരിൽ എനിക്ക് പെൻഷൻ കിട്ടണം.